പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്നുള്ളത് മൂന്നാറിനടുത്ത് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ലൊക്കേഷൻ പോലെ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന മറ്റൊരു കാര്യം എൻ്റെ പുറകെ ഇരിക്കുന്ന ഈ 11 ഗ്രൺഫോസ് പ്രഷർ ബൂസ്റ്റർ പമ്പുകളാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് മൂന്നാറിനടുത്ത് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഡവ് മൗണ്ടൻസ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ നിലവിലുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് മേരി ലാൻഡ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കൈരളി ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഇതിൻ്റെ വർക്കൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ നല്ലൊരു കാലാവസ്ഥയും വളരെ നല്ലൊരു ആംബിയൻസും നൽകുന്ന ഒരു സ്ഥലമാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗ്രൺഫോസിൻ്റെ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ പോലെ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന മറ്റൊരു കാര്യം എൻ്റെ പുറകെ ഇരിക്കുന്ന ഈ 11 ഗ്രൺഫോസ് പ്രഷർ ബൂസ്റ്റർ പമ്പുകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്രൺഫോസിൻ്റെ 0.7 HP 1- CMB 1-45 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് 0.7 HP ഏകദേശം 3000 ലിറ്റർ ഡിസ്ചാർജും നമുക്ക് 4-4.5 ബാർ പ്രഷറും കിട്ടുന്ന ടൈപ്പ് ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പാണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വീട്ടിലേക്കോ വില്ലയിലേക്കോ ഒക്കെ സെലക്ട് ചെയ്യുന്നത് 1 HP പമ്പാണ്. നമ്മുടെ റിക്വയർമെൻറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ 0.7 HP 0.4 പമ്പുകളെല്ലാം ഗ്രൺഫോസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ യൂസേജ് ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് കൺസപ്ഷൻ എടുക്കുന്ന 1 HP പോലുള്ള പമ്പുകൾ ശരിക്കും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പ്രഷർ ബൂസ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് അതിൻ്റെ സെലക്ഷനാണ്. കാരണം നമ്മുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള ഒരു മെയിൻ കാര്യം. നമുക്ക് 1-2 ബാത്റൂമുകളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ഷവർ സൈസോ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലൈൻഡായിട്ട് ഒരു 1 HP പമ്പിലേക്ക് പോവുകയാണ് സാധാരണ ഒരു പതിവ്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞാൽ ഒരുപാട് കറണ്ട് കൺസപ്ഷനിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. കാരണം നിങ്ങളൊരു 1 HP പമ്പ് വാങ്ങിച്ചാൽ നിങ്ങളുടെ യൂസേജ് ഒരു ബാത്റൂമോ ഒരു പോയിൻ്റ് ആണെങ്കിൽ പോലും ആ 1 HP കറണ്ട് കൺസപ്ഷൻ തന്നെയായിരിക്കും അതിന് വരിക. അപ്പോൾ നിങ്ങളുടെ ആ യൂസേജ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ലാഭം നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തു കൊടുക്കേണ്ട മസ്റ്റായിട്ടുള്ളൊരു കാര്യം അതിനൊരു ഡ്രൈ റൺ പ്രൊട്ടക്ഷനാണ്. കാരണം ഈ പ്രഷർ സ്വിച്ചുള്ള പമ്പുകളെ സംബന്ധിച്ച് നിങ്ങൾക്കത് പ്രഷറിൽ, അതായത് ലൈനിൽ വെള്ളമില്ലാതെ വരികയോ ടാങ്കിൽ വെള്ളമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓടാതിരിക്കാൻ മസ്റ്റായിട്ട് ഒരു ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലോട്ട് സ്വിച്ച് എങ്കിലും നിങ്ങളതിൽ പിടിപ്പിച്ച് വെച്ചിരിക്കണം. പ്രഷർ ബൂസ്റ്റർ പമ്പുകളിൽ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെക്ഷൻ സൈഡിലുള്ള ഫിൽറ്റർ. അതായത് പമ്പിലേക്ക് എത്തുന്ന വെള്ളം എപ്പോഴും ഫിൽറ്റർ ചെയ്തതിന് ശേഷം വേണം പമ്പിലേക്ക് എത്താൻ. ഇവിടെ ഇപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഓൾറെഡി RO പ്ലാന്റിൽ നിന്നുള്ള ഫിൽറ്റേർഡ് വെള്ളം എത്തുന്നതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫിൽറ്റർ അതിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടില്ല. ഗ്രൺഫോസിൻ്റെ ഈ CM ബൂസ്റ്റർ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൺഫോസിൻ്റെ ഒരു ക്ലാസിക് റേഞ്ചിൽ വരുന്ന പമ്പുകളാണെന്ന് പറയാം. ഒരുപാട് വർഷങ്ങളായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സ്കാല 2 പോലെയുള്ള പമ്പുകളൊക്കെ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ പ്രൈസ് റേഞ്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര കോമൺ ആണെന്ന് പറയാൻ പറ്റില്ല. ഈ CM ബൂസ്റ്ററാണ് ഗ്രൺഫോസിൻ്റെ ഒരു ക്ലാസിക് പമ്പ് എന്ന് പറയാവുന്നത്. അതിൻ്റെ ഈവൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന 5-way വാൽവ് വരെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ബൂസ്റ്റർ പമ്പുകളിൽ ഒരു നോൺ റിട്ടേൺ വാൽവും 5-way വാൽവും സെപ്പറേറ്റ് യൂണിറ്റ് ആയിരിക്കും. ഗ്രൺഫോസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ യൂണിറ്റാണ്. അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഓരോ ഡീറ്റെയിലിങ്ങിലും ശ്രദ്ധിച്ചാണ് ഗ്രൺഫോസിൻ്റെ പമ്പുകളെല്ലാം മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രീമിയം വീടുകളിൽ ഗ്രൺഫോസ് പമ്പ് എന്നപോലെ തന്നെ ഗ്രൺഫോസിൻ്റെ സൈഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ഗ്രൺഫോസിൻ്റെ പമ്പെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ സൈറ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽ ഉണ്ണിച്ചേട്ടൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഓൾറെഡി മോട്ടറിൻ്റെ ഡീറ്റെയിൽ അറിയാം. ഞാൻ ചേട്ടൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ സിംഗിൾ പ്ലംബിംഗ് ലൈൻ വന്നിട്ട് ഒറ്റ പമ്പ് ചേട്ടാ ചെയ്യുന്നതല്ലേ പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാം. അതായത് ഇവിടെ മൊത്തം 7 വില്ലയാണ് വരുന്നത്. ഈ സൈഡിൽ 3 ആ സൈഡിൽ 4 പിന്നെ കിച്ചൺ താഴെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആ സൈഡിലൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 പ്രഷർ പമ്പ് വെച്ചിട്ട് വേറെ പ്രഷർ പമ്പ് വെച്ചിട്ട് സോളിനോയിഡ് വാൽവ് വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും ഡെറ്റിൻ്റെ ഉള്ളിൽ സോളിനോയിഡ് വാൽവ് വെച്ചിട്ടുണ്ട്. മുകളിൽ ഫ്ലോട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആകും, അവിടുന്ന് പമ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. സിംഗിൾ ലൈനാണ് 3 ഇഞ്ചിൻ്റെ ലൈനാണ് അവിടുന്ന് വന്നേക്കുന്നത്. അപ്പോൾ അവിടുന്ന് വന്നിട്ട് എല്ലാം ഇൻഡിവിജ്വലായിട്ട് ഓരോ ഇതിനും വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ വാട്ടർ ടാങ്ക് എന്ന ചെറിയ വാട്ടർ ടാങ്കാണ് വെച്ചേക്കുന്നത്. അപ്പം എയറിൻ്റെ പ്രോബ്ലം വരാതിരിക്കാനായിട്ട് നമ്മൾ ഫ്ലോട്ട് ഓൾറെഡി ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഓൾറെഡി പമ്പിന് എല്ലാത്തിനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബൈപ്പാസ് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും. പക്ഷേ ജനറേറ്റർ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ കറണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. പിന്നെ ടാങ്കിൽ സോളിനോയിഡ് വാൽവ് ഉള്ളതുകൊണ്ട് ടാങ്കിൽ ടാങ്കിൽ വെള്ളം ഒരിക്കലും കുറയുന്നുമില്ല. പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പമ്പ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഓൾറെഡി നമ്മളിവിടെ 3 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ ചെയ്തേക്കണമെന്ന് കയറി നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ CM ബൂസ്റ്റർ പമ്പ്. ഇത് നിലവിലൊരു ചെറിയൊരു കൺസീൽഡ് സ്പേസിൻ്റെ അകത്ത് ആണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. തൊട്ട് സൈഡിലായിട്ട് തന്നെ അതിൻ്റെ വാട്ടർ ടാങ്കും ഉണ്ട്. ഇത് 24 ലിറ്ററിൻ്റെ പ്രഷർ ടാങ്ക് വരുന്ന മോഡലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ താഴെ വന്നിരിക്കുന്നത് അതിൻ്റെ ടാങ്കിൽ നിന്നുള്ള സെക്ഷൻ ലൈനും പുറത്തേക്കുള്ള ലൈൻ ഡെലിവറി ലൈനും പോയിട്ടുണ്ട്. നിലവിൽ ഇതിൽ നോ റിട്ടേൺ വാൽവോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ബൈപ്പാസ് ചെയ്യാനുള്ള. കാരണം ഇത് കംപ്ലീറ്റ്ലി ജനറേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പവർ ഫെയിലിയറുടെ പ്രശ്നങ്ങളെ ഇതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈപ്പാസിൽ NRV വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പവർ ഫെയിലിയറൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൈപ്പാസ് ചെയ്ത ലൈനിൽ ഒരു നോൺ റിട്ടേൺ വാൽവോടും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ പമ്പിനായിട്ടുള്ള ഒരു ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതിനായിട്ട് ഒരു ഫ്ലോട്ട് ഇതിലേക്ക് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഹോൾ ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുപോലത്തെ ഈ ഒരു ഇത്രയും സ്പേസാണ് എല്ലായിടത്തും തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഈ പമ്പ് വെക്കുന്നത്. പിന്നെ ബൈപ്പാസിൽ വാൽവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് ചിലപ്പോൾ എയർ ലോക്കിങ്ങിൻ്റെ പ്രശ്നം വരാൻ സാധ്യതകളുണ്ട്. നമ്മൾ എയർ വെൻറ്റ് ഓൾറെഡി അടച്ചേക്കാണ്. അപ്പോൾ എയർ ലോക്കിങ്ങിൻ്റെ പ്രശ്നം ഒരു പരിധി വരെ 90% വരെ കുറയാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചെറിയൊരു സ്പേസാണ്, പക്ഷേ ചെയ്തേക്കുന്നത് വളരെ ഭംഗിയായിട്ടും നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ മാത്രം ദൂരെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് അവേ ഹോം പോലെ ഒരു കുറച്ച് ദിവസം മാറി നിന്ന് ഒന്ന് മനസ്സൊക്കെ തണുത്തിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അതേപോലെ ഗ്രൺഫോസ് ചൂസ് ചെയ്തതിൽ നിന്ന് തന്നെ അവർക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നോർമലി ഒരു 10,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കൊക്കെ പമ്പ് കിട്ടുന്ന ഈ മാർക്കറ്റിൽ നമുക്ക് ഇത്രയും വില കൂടിയ ഒരു 30,000-ന് മേളിൽ പ്രൈസ് റേഞ്ചുള്ള ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അവരുദ്ദേശിക്കുന്ന കസ്റ്റമർ എക്സ്പീരിയൻസും അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന സർവീസും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതേപോലെയുള്ള പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ടും പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ തുണ്ടത്തിൽ റൈഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.